മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള 90% ആൾക്കാർക്കുണ്ടാവുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ് BNS ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് പഠിക്കണോ എന്നുള്ളത്. യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും DNS എന്ന് പറയുന്ന കോഴ്സ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്, അതുപോലെ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ നിങ്ങളെ വീഡിയോസിൽ കേൾക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും ക്ലിയർ ആയിട്ട് അറിയില്ല. സോ അങ്ങനെ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് അപ്പൊ ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ്? BNS ആണോ, അതായത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ആണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് ആണോ പഠിക്കേണ്ടതെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എന്താണ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, എന്താണ് BSc നോട്ടിക്കൽ സയൻസ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്, നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണെന്നൊക്കെ. ഇത് ആക്ച്വലി എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച ഒരു വീഡിയോ ടോപ്പിക് ആയിരുന്നു, DNSനെയും BSc നോട്ടിക്കൽ സയൻസിനെയും തമ്മിലുള്ള കമ്പാരിസൺ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമല്ല, നിങ്ങളുടെ കരിയർ ഡിസിഷൻ കൂടിയാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് DNS എന്ന് നോക്കാം, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. DNS എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. ഇതൊരു വർഷത്തെ പ്രീ-C കോഴ്സ് ആണ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൺ ബോർഡ് ട്രെയിനിങ് ചെയ്യണം. പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഡെക്ക് ഓഫീസർ ആയിട്ട് ഗ്രോ ചെയ്യാൻ സാധിക്കും. ഇതിൽ വരുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ്. DNS പഠിക്കുന്ന സമയത്ത് സ്പോൺസർഷിപ്പ് എടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്പോൺസർഷിപ്പ്? ഒരു കമ്പനി നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് നൽകി കഴിഞ്ഞാൽ ആ കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കോളേജസിലോ അല്ലെങ്കിൽ അതേ കമ്പനിയുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് DNS എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ സാധിക്കും. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചതിന് ശേഷം കമ്പനി തന്നെ നിങ്ങൾക്ക് ഓൺ ബോർഡ് ജോലി തരുന്നതായിരിക്കും. ഇനി ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഫാസ്റ്റ് ട്രാക്ക് എൻട്രി ആണെന്ന് പറയാം. അതായത് ഒരു വർഷം കോഴ്സ് പഠിച്ചു കഴിഞ്ഞ്, അതും സ്പോൺസർഷിപ്പോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെ കോഴ്സ് കംപ്ലീഷന് ശേഷം തന്നെ നിങ്ങൾക്ക് ഓൺ ബോർഡിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെട്ടെന്ന് സാലറി ലഭിക്കാനും കൂടി തുടങ്ങും. സ്പോൺസർഷിപ്പ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജോബ് ഓൾമോസ്റ്റ് സെക്യൂർഡ് ആണ്. പ്രാക്ടിക്കൽ എക്സ്പോഷർ ഈ ഒരു കോഴ്സിൽ കൂടുതലായിരിക്കും. ഇനി ഏതൊരു കാര്യത്തിനായി കഴിഞ്ഞാലും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാകും. സോ ഞാനിവിടെ അഡ്വാൻറ്റേജസ് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കൂടിയുണ്ട്. അതുകൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. DNS കോഴ്സ് നിങ്ങൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് പേടിക്കേണ്ട ഒരു കാര്യമാണ് ഫേക്ക് ആയിട്ടുള്ള ഏജൻസിനെ കുറിച്ചിട്ട്. അതായത് കുറെ ആൾക്കാരെ നിങ്ങളടുത്ത് വന്നിട്ട് പറയും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് റെഡിയാണ്, ഈ ഒരു സ്പോൺസർഷിപ്പ് എടുത്ത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ജോബ് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണെന്ന്. പക്ഷെ റിയാലിറ്റി എന്താണ്? ശരിക്കും ഇതൊക്കെ ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഇങ്ങനെ ഇതും വിശ്വസിച്ചിട്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് വേണ്ടിയിട്ട് 100% പ്ലേസ്മെന്റ് ഒക്കെ കരുതി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അവരെ തട്ടിപ്പിൽ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ ഇതിലൊക്കെ നിങ്ങൾ തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ക്യാഷും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എടുക്കുന്ന ആ വർഷവും വെറുതെ വേസ്റ്റായി പോവാണ് ചെയ്യുന്നത്. സോ സ്പോൺസർഷിപ്പ് ഇല്ലാതെ 100% ഗ്യാരണ്ടി ആയിട്ട് പ്ലേസ്മെന്റ് തരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് വിശ്വസിക്കാൻ പാടില്ല. സ്പോൺസർഷിപ്പ് എക്സാം ഇല്ലാതെ DNS പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ബോർഡ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. DNS എന്ന് പറയുന്നത് മെർച്ചന്റ് നേവി ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കുറേ അധികം കമന്റ്സ് വരാറുണ്ട് അല്ലെങ്കിൽ മെസ്സേജസ് വരാറുണ്ട് എനിക്ക്, സ്പോൺസർഷിപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫീസൊന്നും അടക്കേണ്ട ആവശ്യമില്ലല്ലോ, കമ്പനി തന്നെ എല്ലാ നമ്മുടെ പഠിപ്പിന്റെ ചെലവ് നോക്കിക്കോളല്ലോ എന്നുള്ളത്. ഇത് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്പോൺസർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കമ്പനി നിങ്ങളുടെ പഠിപ്പിന്റെ ചെലവൊന്നും നോക്കില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അവർ ജോബ് തരുന്നുണ്ട്. നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ വിശ്വസിച്ചിട്ട് അവരൊരു ജോബ് നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒരു വർഷത്തെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി ഈ കമ്പനീനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനീനെ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് ജോലി തരും.
അല്ലാതെ നിങ്ങളുടെ ഒരു വർഷത്തെ പഠിപ്പിന്റെ എല്ലാ ചെലവും സ്പോൺസർഷിപ്പ് തന്ന കമ്പനി നോക്കുന്നതായിരിക്കില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് എന്താണ് BSc നോട്ടിക്കൽ സയൻസ് എന്ന് നോക്കാം. BSc നോട്ടിക്കൽ സയൻസ് ഒരു 3 വർഷത്തെ ഫുൾ ടൈം ഡിഗ്രി കോഴ്സാണ്. ഈ ഒരു കോഴ്സിന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ IMUCT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം മസ്റ്റ് ആയിട്ടും ക്രാക്ക് ചെയ്തിരിക്കണം. ഈ ഒരു 3 വർഷം BSc നോട്ടിക്കൽ സയൻസിൽ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത് നാവിഗേഷൻ, ഷിപ്പ് സ്റ്റെബിലിറ്റി, മെരിടൈം ലോസ്, മെറ്ററോളജി, പ്രാക്ടിക്കൽ ട്രെയിനിങ്, ഇത്തരം കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്തും ഈ ഒരു കോഴ്സിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ BSc നോട്ടിക്കൽ സയൻസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലെ സിലബസ് ഒക്കെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് ആണ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് കോളേജസ് ആണ് ഈ ഒരു BSc നോട്ടിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ്, വളരെ റിസ്ക് കുറഞ്ഞ ഒരു കോഴ്സാണ് BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഇതൊരു 3 വർഷത്തെ കോഴ്സാണ്. നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജസിൽ പറഞ്ഞതുപോലെ ഇതൊരു 3 വർഷത്തെ അടിപൊളി കോഴ്സാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു 3 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. DNS ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ കോഴ്സ് കൊണ്ട് തന്നെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 വർഷത്തെ കോഴ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ BSc നോട്ടിക്കൽ സയൻസ് ആകുമ്പോൾ 3 വർഷം നിങ്ങൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ DNSനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീസ് ഒരു ഇത്തിരി അല്ല, കുറച്ചധികം തന്നെ കൂടുതലാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 6 to 10 lakh ഒക്കെ ഫീസ് തന്നെ വരുന്നുണ്ട്. അതുപോലെ ജോബ് എന്ന് പറയുന്ന കാര്യം ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കാരണം സ്പോൺസർഷിപ്പ് എടുത്തിട്ടാണ് DNS പഠിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ജോബ് സെറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാതെ പഠിക്കുന്നെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് പിന്നെ നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ, ഹൈ റാങ്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി മാർക്കൊക്കെ കുറവാണെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ഓരോ കമ്പനിയിൽ ജോലി അന്വേഷിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ജോബ് അങ്ങനെ ഗ്യാരണ്ടി പറയുന്നില്ല എന്ന് പറയുന്നത്. സോ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. പക്ഷേ അതിൽ നിങ്ങളെ ജോബ് കിട്ടുന്നത് നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചിരിക്കും. നിങ്ങളെ എത്ര എഫേർട്ട് കൊടുക്കുന്നോ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഇരിക്കും നിങ്ങൾക്ക് ഷിപ്പിൽ ജോലി കിട്ടുന്നതും. ഇനി നമുക്ക് DNSഉം BSc നോട്ടിക്കൽ സയൻസും തമ്മിലുള്ള ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്യൂറേഷന്റെ കാര്യം നോക്കാം. DNS കോഴ്സ് എന്ന് പറയുന്നത് വെറും 1 വർഷത്തെ ഒരു കോഴ്സാണ്. സ്പോൺസർഷിപ്പോട് കൂടി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് തന്നെ നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ സാധിക്കും. എന്നാൽ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു 3 വർഷത്തെ കോഴ്സാണ്. അതായത് ലോങ് ടേം അക്കാഡമിക് ആണ് BSc നോട്ടിക്കൽ സയൻസ് വരുന്നത്. DNS ആണെങ്കിലോ ഫാസ്റ്റ് എൻട്രി ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കപ്പലിൽ ഒരു ജോലിയാണ് ആഗ്രഹമെങ്കിൽ DNS കോഴ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി ജോബ് സെക്യൂരിറ്റിയുടെ കാര്യം നോക്കാം. DNS കോഴ്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് സ്പോൺസർഷിപ്പ് എടുത്തിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, DNS കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഓൾറെഡി ജോബ് സെക്യൂർഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ BSc നോട്ടിക്കൽ സയൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ കോഴ്സ് പഠിച്ചിറങ്ങിയതിനു ശേഷം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ജോബ് കണ്ടുപിടിക്കണം. ഇവിടെ പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, DNS കോഴ്സ് അടിപൊളിയായിട്ടുള്ള ബെസ്റ്റ് കോഴ്സ് തന്നെയാണ്, ഓൺലി ഇഫ് യു ഹാവ് ജെന്യുവിൻ സ്പോൺസർഷിപ്പ്. ഇനി നമുക്ക് 2 കോഴ്സിന്റെയും റിസ്ക് ലെവൽ എന്താണെന്ന് നോക്കാം. DNS കോഴ്സിന് റിസ്ക് ഇത്തിരി കൂടുതലാണ്. എന്തുകൊണ്ട്? ഫേക്ക് ആയിട്ടുള്ള ഏജൻസ്, റോങ് ആയിട്ടുള്ള ഗൈഡൻസ്, ഫേക്ക് ആയിട്ടുള്ള സ്പോൺസർഷിപ്പ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു DNS കോഴ്സിന്റെ റിസ്ക് ഇത്തിരി കൂടുതലാണെന്ന് പറയാം. ഈ ഒരു കോഴ്സിലാണ് കൂടുതലായിട്ടും ഫേക്ക് ഏജൻസ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തെറ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടായിരിക്കും ഓരോ കുട്ടികളും ചിലപ്പം അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുന്നത്. സ്പോൺസർഷിപ്പ് ഇല്ലാതെ 100% പ്ലേസ്മെന്റ് നൽകാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ സമീപിക്കും. അതിലെല്ലാം ചെന്ന് പെടുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരിക്കും. നിങ്ങൾ എടുക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഡിസിഷൻ കൊണ്ട് നിങ്ങളുടെ സമയം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലെ ക്യാഷും നിങ്ങൾക്ക് നഷ്ടമാകാം. എന്നാൽ BSc നോട്ടിക്കൽ സയൻസിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ റെഗുലർ ആയിട്ട് 3 വർഷം ഡിഗ്രി കോഴ്സാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പയറിംഗ് ടു DNS BSc നോട്ടിക്കൽ സയൻസിന്റെ റിസ്ക് ഇത്തിരി കുറവാണ്. സോ ഷിപ്പില് പെട്ടെന്നൊന്നും കയറണ്ട, സേഫ് ആയിട്ട് ടൈം എടുത്ത് പതിയെ ജോയിൻ ചെയ്താൽ മതി എന്ന് കരുതുന്നവർക്കാണെങ്കിൽ സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് BSc നോട്ടിക്കൽ സയൻസ് തന്നെയാണ്. ഇനി
ഫീസിന്റെ കാര്യം നോക്കാം. DNS കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് 1 വർഷത്തെ കോഴ്സാണ്. ആ ഒരു ഫീസ് വരുന്നത് 3 തൊട്ടിട്ട് 6 ലക്ഷം വരെയാണ്. ഇത് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീസ് കാര്യങ്ങൾ മാറുന്നത്. ഇനി BSc നോട്ടിക്കൽ സയൻസിന്റെ ഫീസ് എടുക്കുകയാണെങ്കിൽ 3 വർഷത്തേക്ക് 6 to 10 lakh ആണ് അപ്രോക്സിമേറ്റ്ലി ഒരു റേഞ്ച് വരുന്നത്. സോ ബേസിക്കലി നോക്കുന്ന സമയത്ത് DNSന്റെ ഫീസാണ് ഇത്തിരി കുറവായിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും ഫീസ് മാത്രം നോക്കിയിട്ട് ഒരു കോഴ്സും ജോയിൻ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇനി ഈ 2 കോഴ്സിന്റെയും ലേണിംഗ് സ്റ്റൈൽ കൂടി നോക്കാം. ലേണിംഗ് സ്റ്റൈലിലും 2 കോഴ്സിനും വളരെയധികം ഡിഫറൻസ് വരുന്നുണ്ട്. DNS കോഴ്സിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ കൂടുതലും പ്രാക്ടിക്കൽ സൈഡാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ BSc നോട്ടിക്കൽ സയൻസ് 3 വർഷത്തെ ഒരു ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് ഓരോ കോൺസെപ്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ബേസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴേക്ക് കിട്ടുകയും ചെയ്യും. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ DNS കോഴ്സ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ലേണിംഗ് ആണ്. BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഡീപ്പ് ലേണിംഗ് ആണ്. വളരെ ആഴത്തിലാണ് BSc നോട്ടിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നത്. DNSലാണെങ്കിൽ വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 കോഴ്സ് എടുത്ത് പഠിച്ചതിന് ശേഷമുള്ള കരിയർ ഔട്ട്കം എന്താണെന്ന് നോക്കാം. മിക്കവാറും എല്ലാവർക്കും DNSനെ കുറിച്ചിട്ടും BSc നോട്ടിക്കൽ സയൻസിനെ കുറിച്ചിട്ടും അറിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ഏറ്റവും വലിയ ഡൗട്ടാണ്, ഫൈനലി ഈ 2 കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻസ് എന്ന് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ DNS എടുത്ത് പഠിച്ചാലും BSc നോട്ടിക്കൽ സയൻസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും അവസാനം ചെന്നെത്തുന്നത് സെയിം പ്ലേസിലാണ്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ആണെങ്കിലും BSc നോട്ടിക്കൽ സയൻസ് ആണെങ്കിലും ഈ 2 കോഴ്സ് എടുത്ത് പഠിച്ചാലും നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡെക്ക് കാഡറ്റ് ആയിട്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും എക്സാംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫൈനലി റീച്ച് ആവുന്നത് 2 കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും ക്യാപ്റ്റൻ എന്നുള്ള പൊസിഷനിലേക്കാണ്. സോ എന്റെ റിസൾട്ട് 2നും സെയിം ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ DNS കോഴ്സ് ഫാസ്റ്റ് ആയിട്ടുള്ള എൻട്രി ആണ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫീൽഡിലേക്ക് തരുന്നത്. സ്പോൺസർഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ റിസ്ക്കും കൂടുതലുള്ളൊരു മേഖലയാണ് DNS എന്ന് പറയുന്നത്. ഇനി BSc നോട്ടിക്കൽ സയൻസ് ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഷിപ്പിൽ റീച്ച് ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ സേഫ് ആണ്. ഇനി ഈ ഒരു കോഴ്സ് പഠിക്കാൻ തീരുമാനിക്കുന്ന കുട്ടികൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ണടച്ച് ഏജൻസിനെ വിശ്വസിക്കുന്നത്. ഒന്നും നോക്കില്ല, സ്പോൺസർഷിപ്പ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ തരുന്നുണ്ട്, വേറെ നിങ്ങൾ IMUCT ചെയ്തണ്ട, സ്പോൺസർഷിപ്പ് വേണ്ട, ജസ്റ്റ് കുറച്ച് പൈസയും തന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ തന്നെ എളുപ്പപ്പണി എന്ന രീതിയിൽ കുട്ടികളൊക്കെ അത് വിശ്വസിച്ച് അതിലേക്ക് പോയി ചാടും. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ സമീപിക്കുന്ന ഏജൻസിനെ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് മെർച്ചന്റ് നേവി റിലേറ്റഡ് കോഴ്സ് പഠിക്കണമെങ്കിൽ IMUCT എക്സാം മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ DNS കോഴ്സ് സെക്യൂർഡ് ആയിട്ട് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ സ്പോൺസർഷിപ്പ് കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്യാതെ പഠിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ചില കുട്ടിക്ക് DNS പഠിച്ച് പെട്ടെന്ന് ഷിപ്പിൽ കയറാനായിരിക്കും ആഗ്രഹം. അങ്ങനെയുള്ള കുട്ടികൾ ഒന്നും നോക്കാതെ ചിലപ്പോൾ BSc നോട്ടിക്കൽ സയൻസ് പോയി പഠിച്ച് അവരുടെ 3 വർഷം അവർ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ പഠിക്കേണ്ട അവസ്ഥയുണ്ടാവും. അങ്ങനെ നോക്കാതെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആ ഒരു കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് വെരിഫൈ ചെയ്തിരിക്കണം. കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അന്വേഷിച്ചതിന് ശേഷം മാത്രം IMU അപ്രൂവൽ കിട്ടിയ കോളേജ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ വിശ്വസിച്ചിട്ട് അതിലൊന്നും ചെന്ന് ചാടരുത്. ഇതൊക്കെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും റിപ്പീറ്റേറ്റീവ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, DNS കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ DNS പഠിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം, അതുപോലെ തന്നെ കമ്പനി നിങ്ങൾ വെരിഫൈ ചെയ്ത് നല്ല കമ്പനിയാണ്, നല്ല ഷിപ്പിംഗ് കമ്പനിയാണെന്നത് നിങ്ങൾ വെരിഫൈ ചെയ്ത് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ നോക്കാം. ഇനി BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് സേഫ് സൈഡ് ആണ്. പക്ഷെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിച്ചിരിക്കണം, നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിക്കാൻ മാത്രമുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാതെ ഈ ഒരു കോഴ്സ് പഠിക്കാം.
അതുപോലെ പഠിക്കാൻ തീരെ ഇഷ്ടമല്ലാതെ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ ഉന്തിത്തള്ളിയിട്ടൊന്നും ഈ ഒരു കോഴ്സ് പഠിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇതൊരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. നിങ്ങൾക്ക് DNS കുട്ടികൾ പഠിച്ചിറങ്ങുന്നത് പോലെ ഒരു വർഷം കൊണ്ട് പഠിച്ചിറങ്ങി ജോലിക്ക് കയറാൻ ഒരിക്കലും സാധിക്കില്ല. 3 വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഔട്ട്കം നിങ്ങൾക്ക് ലഭിക്കൂ. നിങ്ങളുടെ ഫ്യൂച്ചറാണ്, നിങ്ങളാണ് ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത്. ഫേക്ക് ആയിട്ടുള്ള ഏജൻസിനെ ഒരിക്കലും വിശ്വസിക്കരുത്. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫീസ് പേയ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് DNS അതുപോലെ BSc നോട്ടിക്കൽ സയൻസ് എന്താണ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്ന കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷവും മുഴുവൻ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ Instagram ID ഞാൻ മെൻഷൻ ചെയ്യാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ഏതെങ്കിലും മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.